ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുമായി വിഷ്ണുവും ശാലിനിയും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം എന്തായിരിക്കും സത്യാമ്മയ്ക്ക് സംഭവിച്ചതെന്നോർത്ത് എല്ലാവരും വ്യാകുലപ്പെടുന്നു. അപ്പോഴേക്കും അവിടെ സരള തന്റെ മകളുടെ ജീവിതം ഏത് രീതിയിൽ എങ്ങോട്ട് ആ ജീവിതം നയിക്കണമെന്നതിനെ കുറിച്ച് ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ജഗദീപ് റെഡിയായി സിറ്റ് ഔട്ടിലേക്ക് എത്തി. സരള അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ജഗദീപ് സുസ്മിതയുമായി എത്തിയിട്ട് ചോദിച്ചു, അല്ല, നമ്മളിത് ഇപ്പൊ എങ്ങോട്ടായി പോകുന്നത്? എന്റെ ഒരു മിനിറ്റിന്റെ വില എന്ന് പറഞ്ഞ് ജഗദീപ് പറയാൻ തുടങ്ങുമ്പോ 2 കോടി എന്നല്ലേ നീ പറഞ്ഞത് എന്ന് സരള അന്വേഷിച്ചു. ഉടനെ ജഗദീപ് പറഞ്ഞു, അതെ, എന്താ ആന്റി, എവിടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചതും സരള പറഞ്ഞു, അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. എന്തായാലും വേഗം നീ വണ്ടിയിലേക്ക് ചെന്ന് കയറ് എന്ന് പറഞ്ഞതും സരളയോട് ജഗദീപ് പറഞ്ഞു, അല്ല ആന്റി, എനിക്ക് കുറച്ച് തിരക്കുള്ളതാണ് എന്ന് പറഞ്ഞതും ജഗദീപിനോട് ചോദിച്ചു, അല്ല, എന്നോടാണോ പറയുന്നത് എന്ന് ചോദിച്ചതും നിന്നോടല്ലടാ പോയി കയറാൻ പറഞ്ഞത് എന്ന് വേഗം സരള ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും ജഗദീപ് ചോദിച്ചു, ഈ ചിറക്കൽ ചിറക്കൽ രാമചന്ദ്രന്റെ മകനോടോ എന്ന് ചോദിച്ചതും ആണെങ്കിൽ എന്ന് ജയദേവിനോട് ദേഷ്യത്തോടെ സരള ചോദിച്ചതും എന്നാ ഞാൻ ഒട്ടും വൈകാതെ അന്തസ്സോടെ പോയി ആ കാറിൽ കയറും എന്ന് പറഞ്ഞ് ജഗദീപ് തന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചതിന് ശേഷം കോട്ടൊക്കെ ഒന്ന് ശരിക്ക് വെച്ച് നേരെ ആ കാറിലേക്ക് ചെന്ന് കയറി. ജഗദീപ് അതിൽ ചെന്ന് കയറിയത് കണ്ട് സുസ്മിതയ്ക്കാകെ സംശയമായി. ഉടനെ സരളയോട് ചോദിച്ചു, അമ്മേ, എന്തോ ഒരു പന്തികേടില്ലേ അമ്മേ? ഇപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ചിറക്കൽ രാമചന്ദ്രന്റെ മകൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചതും സരള പറഞ്ഞു, മിണ്ടി പോകരുത് നീ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കയറി നീ കാറിൽ എന്ന് പറഞ്ഞ് സരള സുസ്മിതയോട് ദേഷ്യപ്പെട്ടു. ഉടനെ സുസ്മിത പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ എന്ന് ചോദിച്ചിട്ടും മിണ്ടി പോകരുത് എന്ന് വീണ്ടും സരള താക്കീത് ചെയ്യുകയും സുസ്മിതയോട് കാറിൽ കയറാനായി പറയുന്നു. സുസ്മിത വേഗം തന്നെ ജഗദീപ് ഇരുന്നതിന്റെ അടുത്ത സൈഡ് സീറ്റിലേക്ക് ചെന്ന് സുസ്മിതയും കയറിയിരുന്നു. അത് കണ്ടതും ജഗദീപ് സുസ്മിതയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം സരള താൻ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ നേരെ കാറിലേക്ക് വന്ന് കയറി മുസ്തഫയോട് വണ്ടി എടുക്കാനായി പറയുന്നു. മുസ്തഫ കാർ എടുത്തതും എങ്ങോട്ടായിരിക്കും തന്നെ കൊണ്ടുപോകുന്നത് എന്ന ആശങ്കയോടെ ജഗദീപ് കാറിലിരുന്നു. അപ്പോഴാണ് സത്യഭാമയുമായി വിഷ്ണുവും ശാലിനിയും ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനു ശേഷം ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും പുറത്ത് ആകെ ബോറടിച്ചങ്ങനെ നിന്നു. എത്ര നേരമാണ് ഹോസ്പിറ്റലിൽ വന്നിങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു, അതെ, ഹോസ്പിറ്റലിലേക്ക് വരുന്നവര് ഈ ഭിത്തിയൊക്കെ ഒന്ന് കണ്ടാൽ മതി. ആകെ പായലും പൂപ്പലും ഒക്കെ പിടിച്ച് പൊടിയും പിടിച്ച് നിൽക്കുന്ന ഈ ഭിത്തിയൊക്കെ കണ്ടാൽ തന്നെ അവരുടെ മനസ്സങ്ങ് മടിക്കും എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം ശാലിനിയോട് പറഞ്ഞു, എന്റെ ശാലിനി, അതിനൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്. ഈ ലോകത്ത് പരിഹാരം ഇല്ലാത്ത കാര്യം എന്താ ഉള്ളത്? അങ്ങനെ പറഞ്ഞ് നേരെ നോക്കുമ്പോഴാണ് അവിടെ ഒരു പെയിന്റ് ഇരിക്കുന്നത് കണ്ടത്. പിന്നീട് ആ പെയിന്റിന്റെ പരസ്യം എന്നോണം ഉടനെ ഇരുവരും ചേർന്ന് ആ പെയിന്റിന്റെ പ്രത്യേകത പറയുന്നു. അതിന്റെ ഗ്യാരണ്ടിയെ കുറിച്ചും ഒക്കെ അവർ രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്തു. അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ഉടനെ ശാലിനി പറഞ്ഞു, എന്നാലേ ഈ പെയിന്റ് തന്നെ വേണം നമുക്കിനി വീട്ടിൽ അടിക്കാൻ. അത് മാത്രമല്ല, അമ്മയുടെ വീട്ടിലും പിന്നെ കുടുംബശ്രീ ഹോട്ടലിലുമൊക്കെ ഇത് തന്നെ അടിക്കണം എന്ന് ശാലിനി പറഞ്ഞു. അതെല്ലാം കേട്ട് വിഷ്ണു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു സിസ്റ്റർ എത്തി. അല്ല, സത്യഭാമയുടെ കൂടെ ആരാ വന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഞങ്ങളാണ് ഞങ്ങളാണ് സിസ്റ്റർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും ഇല്ല, ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു എന്നറിയിച്ചു. ഉടനെ ശാലിനിയും വിഷ്ണുവും സിസ്റ്റർ പറഞ്ഞനുസരിച്ച് ഡോക്ടറെ കാണാനായി കൺസൾട്ടിംഗ് റൂമിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് രോഹിത് റൂമിൽ നിന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാമായിരുന്നു രോഹിത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. മരണസമയത്ത് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത ആ വാക്കുകളിൽ ഇപ്പോ ഒന്ന്, ഞാൻ ജയിലിൽ കിടക്കുമെന്നുള്ളത് ഇപ്പൊ കണ്ടില്ലേ, നിന്റെ മുന്നിൽ ഞാൻ സ്വാതന്ത്ര്യത്തോടെ വന്ന് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ, നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നീ ജീവിക്കുമെന്നുള്ളത്. അത് പറഞ്ഞ് അങ്ങനെ സുസ്മിത കളിയാക്കിയ കാര്യം ഓർത്ത് രോഹിത് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ശ്യാമ എത്തുന്നു. ശ്യാമ വന്നതും രോഹിത് എന്താ വലിയ ആലോചനയിലാണെന്ന് കണ്ടതോടെ ശ്യാമ അരികിലേക്ക് ചെന്നു. എന്താ രോഹിത് എന്താ ആലോചിക്കുന്നത് എന്ന് ശ്യാമ ചോദിച്ചു. രോഹിത് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തല തിരിച്ചങ്ങനെ നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ശ്യാമ രോഹിത്തിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. പറയൂ രോഹിത് എന്ന് പറഞ്ഞു. ഇത് കണ്ട ഉടനെ രോഹിത്തിനാകെ സംശയമായി. രോഹിത് അതിശയത്തോടെ ശ്യാമയെ നോക്കിയതും ശ്യാമ ചോദിച്ചു,
രോഹിത് എന്താ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കണ്ടിട്ടാണോ രോഹിത്തിന് സംശയം? പേടിക്കണ്ട, ഞാൻ ഇപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചറിവ് തോന്നിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഉടനെ രോഹിത് അത് കേട്ട് ചിരിച്ചു. രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, അല്ല, സത്യത്തിൽ ഞാൻ കാരണമല്ലേ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഞാനൊന്ന് കണ്ണടച്ചാൽ, ഞാനൊന്ന് മാറിയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. പാവം, ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. അതിനെല്ലാം എന്നെയാണ് എല്ലാവരും കുറ്റക്കാരിയാക്കി പറയുന്നത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാനാണ് കാരണക്കാരിയെന്ന് രോഹിത് പോലും പറഞ്ഞല്ലോ. എന്തിന്, വിഷ്ണുവേട്ടന്റെയും ശാലിനിക്കും രോഹിത്തിനും പലപ്പോഴും ഞാൻ ചെയ്യുന്ന തെറ്റിന് ശകാരവും വഴക്കും സത്യാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. തൽക്കാലം ഇനി അങ്ങനെയൊന്നും ആരും ഞാൻ പറ്റിക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. ഉടനെ രോഹിത് ചോദിച്ചു, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാവോ? ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, സ്വപ്നമോ? എന്താ രോഹിത് പറയുന്നത്? അതെ, എനിക്ക് കുറച്ചുകൂടി അങ്ങ് മുകളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് ശ്യാമ അറിയിച്ചു. ഉടനെ രോഹിത് പറഞ്ഞു, താനെന്തായാലും വേഗം റെഡിയായിട്ട് വാ, സത്യാമ്മയോട് പറഞ്ഞ് കുഞ്ഞുമായി നമുക്ക് പോകാം എന്നറിയിച്ചു. അങ്ങനെ ശ്യാമ വേഗം രോഹിത്തിന്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചതും രോഹിത് എന്ന് ശ്യാമ വിളിച്ചു. ആ വിളി കേട്ടതും രോഹിത് ശ്യാമയെ നോക്കി. ഉടനെ തന്നെ ശ്യാമ പറഞ്ഞു, രോഹിത്തെ, എനിക്ക് രോഹിത്തിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു, പറഞ്ഞോളൂ. തൽക്കാലം ശ്യാമയുടെ സ്വഭാവം മാറിയെന്നുള്ള ആശ്വാസത്തിൽ നെഞ്ചത്ത് കൈവച്ച് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, രോഹിത്, എനിക്ക് രോഹിത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്നും നമ്മളിങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ശത്രുക്കളെ പോലെ എങ്ങനെയാണ് കഴിയുന്നത്? ഒരു സെല്ലിൽ അടച്ചിരിക്കുന്ന ക്രിമിനൽസ് പോലും അവര് പരസ്പര സ്നേഹത്തോടെയാണല്ലോ കഴിയാറുള്ളത്. നമുക്കും അങ്ങനെ മുന്നോട്ട് പോയിക്കൂടെ? ഈ ഒരു ബഹളവും അലമ്പവും ഞാനും മടുത്തു രോഹിത് എന്ന് ശ്യാമ രോഹിത്തിനോട് അറിയിച്ചു. അതെല്ലാം കേട്ടതും പാവൻ രോഹിത് വിശ്വസിക്കുകയും ശ്യാമയോട് തനിക്കും അതിന് സമ്മതമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും കരുതിയില്ല എന്നും ഈശ്വര ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ ശ്യാമയോട് നന്ദി പറഞ്ഞ് തന്റെ ഭാഗ്യം ഉണർത്തുന്ന എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് രോഹിത് അങ്ങ് നിന്നു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, രോഹിത്, നമുക്ക് ഒന്ന് പുറത്തു പോയാലോ, മനസ്സ് ഒന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു, അതിനെന്താ, ഇവിടെ ഒന്ന് സംസാരിച്ചോ എന്ന് പറഞ്ഞതും ശ്യാമ അങ്ങനെ പറഞ്ഞു കേട്ട് രോഹിത്തിനോട് ചോദിച്ചു, ഇവിടെ നിന്ന് എങ്ങനെയാ രോഹിത് സംസാരിക്കുന്നത്? എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവോ? ഉടനെ രോഹിത് ചോദിച്ചു, നമുക്കെന്നാ വല്ല പാർക്കിലോ ബീച്ചിലോ പോയാലോ എന്ന് ചോദിച്ചതും, അയ്യോ അതൊന്നും വേണ്ട, നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. രോഹിത്ത്, ഞാൻ പറഞ്ഞെടുത്ത് കൊണ്ടുപോവോ എന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, അതിനെന്താ ശ്യാമ പറ, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നറിയിച്ചു. അങ്ങനെ രോഹിത്ത് പറഞ്ഞത് കേട്ട് ശ്യാമ ഉടനെ രോഹിത്തിനോട് പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോകാം എന്ന് പറഞ്ഞ് രോഹിത്ത് ശ്യാമയും വിളിച്ചുകൊണ്ട് പോകാനായി റെഡിയായി. ഈ സമയത്ത് സത്യാമ്മയുമായി വിഷ്ണുവും ശാലിനിയും തിരികെ വീട്ടിലേക്ക് എത്തി. സത്യാമ്മയെ പിടിച്ച് ഒരു വിധത്തിൽ ആ സെറ്റിൽ കൊണ്ടുചെന്ന് ഇരുത്തുന്നു. പിന്നെ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും കുറച്ച് ദിവസത്തേക്കെങ്കിലും യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്നും കോണി കയറി സ്റ്റെപ്പ് കയറി മുകളിൽ ചില പോകാൻ പാടില്ലെന്നും ഉടനെ വിഷ്ണു അറിയിച്ചു. ഇതെല്ലാം കേട്ടതും സത്യഭാമ പറഞ്ഞു, അല്ല, പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അപ്പോഴേക്കും കേട്ടുനിന്ന രാമനാഥ് പറഞ്ഞു, അതെ, നോക്കി നടക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴേക്കും ഉടനെ നോക്കി നടക്കണം എന്ന് പറഞ്ഞു കേട്ട ഉടനെ വേഗം സത്യമ്മ പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ നോക്കി തന്നെയാണ് നടന്നത്. ഇത് ആ സ്റ്റെപ്പിലെത്തിയപ്പോൾ ആരെ എന്നെ തള്ളിയിട്ടതുപോലെയാണ് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സത്യഭാമ അങ്ങനെ പറഞ്ഞത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, പിന്നെ പിന്നെ ഇനി അത് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു, അല്ല, നമുക്ക് ഇനി എന്തെങ്കിലും വഴിപാടുകൾ ചെയ്തതിൽ വല്ല കുഴപ്പം സംഭവിച്ചോ? പൂജ നടത്തിയിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടായോ? പൂജ ശരിക്കും നടത്താൻ കഴിയാത്തത് കൊണ്ട് വല്ല ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ വന്നത് എന്ന് സത്യഭാമ ആശങ്കപ്പെട്ടു. അപ്പോഴേക്കും രോഹിത്തും രോഹിത്തും ഒപ്പം ശ്യാമയും താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ ശ്രദ്ധിച്ചു. ഈ സമയത്ത് രാഘവൻ നായർ പറഞ്ഞു, എൻ്റെ മോളെ, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് രാഘവൻ നായർ ശാലിനി സത്യാമ്മയെ ഉപദേശിക്കാനായി ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും രോഹിത്തും ശ്യാമയും കൂടി താഴേക്ക് വന്നു. ഇവിടെ രോഹിത്ത് എത്തിയതും സത്യാമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടായെന്ന് രോഹിത്ത് അന്വേഷിച്ചതും കുഴപ്പമൊന്നുമില്ല, കാലിന് ചെറിയൊരുൾക്ക് അത്രമാത്രം എന്ന് പറഞ്ഞു. ഇത് കണ്ട ഉടനെ തന്നെ രോഹിത്തിനോട് സത്യാമ്മ ചോദിച്ചു, അല്ല, നിങ്ങളിതിപ്പോൾ എങ്ങോട്ടാ? അപ്പോഴേക്കും സത്യാമ്മയുടെ ചോദ്യം കേട്ട് രോഹിത്തിൻ്റെ നോക്കി ശാലിനി അങ്ങ് നിന്നു. ഉടനെ ശാലിനി പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാ. ശ്യാമ ഉടനെ
സത്യാമ്മയോട് പറഞ്ഞു, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതേ സത്യാമ്മേ, ശ്യാമയ്ക്ക് ഒരാഗ്രഹം പുറത്തു പോണെന്ന്. അത് കേട്ടതും സത്യാമ്മയ്ക്ക് വലിയ സന്തോഷമായി. അതിനെന്താ, നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് സത്യാമ്മ പറഞ്ഞു. ഇത് കേട്ടതോടെ പങ്കജത്തിനാകെ സംശയമായി. അല്ല, ഇതെങ്ങനെ ശരിയാകും? ഇത്ര പെട്ടെന്ന് ഇവർ ഇതുപോലെയായോ? ഇതെങ്ങനെ ആയിക്കൂടലോ എന്ന് പങ്കജം അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ വേഗം ശാലിനിക്ക് ആകെ ഡൗട്ട് തോന്നി. സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ശാലിനി സംശയത്തോടെ നോക്കുന്നു. ഡൗട്ട് തോന്നി ശാലിനി ഉടനെ വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണുവേട്ടാ, ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. ശ്യാമയിലെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ശാലിനിക്കാകെ സംശയമായി. ശാലിനി സംശയത്തോടെ വേഗം രോഹിത്തിനെയും ശ്യാമയെയും നോക്കുന്നു. ശ്യാമ ഈ സമയത്ത്, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ സത്യാമ്മ എന്ന് പറഞ്ഞ് ശ്യാമ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് സത്യാമ്മയുടെ അരികിലേക്ക് ശ്യാമ നടന്നെടുത്തു. ശ്യാമ വേഗം സത്യാമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, എന്താ മോളെ ഇത്? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, സത്യാമ്മ എന്നെ അനുഗ്രഹിക്കണം. ഉടനെ സത്യഭാമ പറഞ്ഞു, എന്റെ അനുഗ്രഹം എപ്പോഴും മോൾക്കുണ്ടാകും, മോൾ നന്നായി വരും എന്ന് സത്യഭാമ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ ശ്യാമ എഴുന്നേറ്റതും ശാലിനിക്ക് ആകെ സംശയമായി. ശാലിനി സംശയത്തോടെ ശ്യാമയെ നോക്കി. അപ്പോഴേക്കും ശ്യാമ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞേച്ചി, ഞാൻ പോവാ. ആ വാക്ക് കേട്ടതും ശാലിനിയുടെ മനസ്സിൽ വല്ലാത്ത സംശയം തോന്നും. ഉടനെ രോഹിത്തിനോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന കണ്ട വിഷ്ണു പറഞ്ഞു, രോഹിത് കാർ എടുത്തോ? അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, വേണ്ട ബ്രോ, ഞാൻ ബൈക്ക് എടുത്തോളാം. അത് കേട്ടതോടെ രോഹിത്തിനോട് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു, ആ ബൈക്കെങ്കിൽ ബൈക്ക്, താൻ ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എന്നാ പോയിട്ട് വരാനായി രോഹിത്തിനോട് വിഷ്ണുവും അറിയിച്ചു. അങ്ങനെ അവിടെ നിന്ന് അവർ യാത്ര പറഞ്ഞ് പോകുന്ന കണ്ട് വിഷ്ണു ശാലിനിയെ നോക്കി. ഈ സമയത്ത് സത്യാമ്മ പറഞ്ഞു, ആ ശാലിനി, ശ്യാമ പെട്ടെന്ന് നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൾക്ക് ഇനി വേറെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ പോവാണെങ്കിൽ ശാലിനിയെ കളക്ടർ ആക്കുമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് സത്യാമ്മ ശാലിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതോടെ വിഷ്ണുവും ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കി. എടോ, താൻ രക്ഷപ്പെടാൻ പോവാണല്ലോടോ എന്ന് ശാലിനിയെ നോക്കി വിഷ്ണു ശബ്ദം താഴ്ത്തി പറയുന്നത് കേട്ട് ശാലിനി അതേപോലെ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ, എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഒരിക്കലും ശ്യാമ ഇങ്ങനെ മാറാൻ പോകുന്നില്ല. പെട്ടെന്നൊരു മാറ്റം അങ്ങനെ ഒരിക്കലും ശ്യാമയ്ക്ക് സംഭവിക്കില്ല. ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് വിഷ്ണുവേട്ടാ എന്ന് ശാലിനി സംശയത്തോടെ വിഷ്ണുവോട് പറയുമ്പോൾ വിഷ്ണു ഞെട്ടുന്നു. അപ്പോഴാണ് ചന്തുവിനെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുവന്ന് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ചന്തു ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോവാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്തു പോകാൻ തുടങ്ങുമ്പോൾ ചന്തുവിനെ ആ ഗുണ്ടകൾ പിടിച്ചു നിർത്തി. ഉടനെ അവിടേക്ക് ഒരു കാറ് വരുന്നത് കണ്ട് ചന്തു ഞെട്ടി. ഇതാരായിരിക്കും എന്ന് ഓർത്ത് നോക്കിയപ്പോഴേക്കും കാറിൽ നിന്ന് ജഗദീപ് പുറത്തേക്ക് ഇറങ്ങി. ജഗദീപ് പുറത്തേക്ക് ഇറങ്ങി വന്നതും അവിടെ ചന്തു നിൽക്കുന്നതുകൊണ്ട് അരികിലേക്ക് ഓടിയെത്തി. എടാ ചന്തു, നീയോ? നീ എന്താണ് ഇവിടെ? നിന്റെ പുതിയ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ വല്ലതാണോടാ എന്ന് ചോദിച്ച് ചന്തുവിനോട് കുശലം അന്വേഷിച്ച് ജഗദീപ് അങ്ങ് നിൽക്കുമ്പോൾ ജഗദീപിനോട് ശബ്ദം താഴ്ത്തി ചന്തു പറഞ്ഞു, അതേടാ, പുതിയ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനാണ്. എൻ്റെ ഇനി ആകെ ബാക്കിയുള്ളത് എൻ്റെ കളസം മാത്രമാണ്. ബാക്കിയെല്ലാം അതുപോലെ നീ ഇപ്പോൾ വിറ്റ് കാശാക്കുന്ന അവസ്ഥയിലല്ലേടാ എന്ന് ചോദിച്ചിട്ടും ശബ്ദം താഴ്ത്തി തന്നെ ജഗദീപ് പറഞ്ഞു, എടാ, എല്ലാം ശരിയാകും, നീ വിഷമിക്കാതെ. അപ്പോഴേക്കും സരള വേഗം അവിടേക്ക് എത്തി. മോനിത് എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചതും ഉടനെ ജഗദീപ് ചോദിച്ചു, അല്ല എന്താ ആൻറ്റി, എനിക്കൊന്നും മനസ്സിലായില്ല, മാമി പറ. അപ്പോഴേക്കും സരള പറഞ്ഞു, ഇതേ ഇവിടെ ഭൂമിയുടെ മാത്രമല്ല, വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. ഇപ്പോ മോനെല്ലാം പതിയെ മനസ്സിലാവും എന്ന് പറഞ്ഞ് ജഗദീപ് അങ്ങനെ ചോദിച്ചതിന് മറുപടിയായി സരള മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. ഉടനെ തന്നെ ചന്തുവിനാകെ സംശയം തോന്നി. എന്തായിരിക്കും കാര്യം എന്നറിയാതെ ചന്തു അങ്ങനെ ജഗദീപിനെ നോക്കിയതും സരള അരികിലേക്ക് വന്ന് പറഞ്ഞു, അതെ മോനെ, മോൻ വേഗം വന്നേ, നമുക്ക് അകത്ത് ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജഗദീപിനെ വിളിച്ചുകൊണ്ട് സരള പോകുന്നു. ഉടനെ ജഗദീപ് ചന്തുവിനോട് യാത്ര പറഞ്ഞു. അതെ, ഞാനിപ്പോ വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ജഗദീപ് തുള്ളിച്ചാടി അകത്തേക്ക് പോയി. ഈ സമയത്ത് സരള ഗുണ്ടകളോട് ശരിക്കും ചന്തുവിനെ നോക്കിക്കൊള്ളാനായി പറയുന്നു. പിന്നാലെ അവിടേക്ക് ജഗദീപിനെ സരള വിളിച്ചുകൊണ്ട് പോവുകയും സുസ്മിതയും കൂടെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് അവിടെ നിന്ന് ഗുണ്ടകൾ രണ്ടുപേരും ചന്തുവിനെ പിടിച്ചു വലിച്ച് നേരെ ആ രജിസ്ട്രാറുടെ റൂമിലേക്ക് എത്തുന്നു. രജിസ്ട്രാർ ക്യാബിനിലേക്ക് വന്നതും ഉടനെ രജിസ്ട്രാർ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫിനോട് ചോദിച്ചു, എടോ, ഇന്ന് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞേക്ക, അവരുടെ പേപ്പറുകൾ വർക്കൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചതും എല്ലാം കഴിഞ്ഞു സാർ, ഇനി അവർ ഒപ്പിട്ടാൽ മാത്രം മതിയല്ലോ എന്ന് അറിയിച്ചു. ശരി എന്ന് പറഞ്ഞ് രജിസ്ട്രാർ അങ്ങനെ ഇരിക്കുമ്പോൾ സരള അവിടേക്ക് ജഗദീപിനെയും സുസ്മിതയുമായി എത്തുന്നു. അവരിരുവരും അകത്തേക്ക് കയറി വന്നതും സരളയെ കണ്ട ഉടനെ രജിസ്ട്രാർ പറഞ്ഞു, ആ മേഡം വരണം, ഇപ്പൊ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും ജഗദീപ് അകത്തേക്ക് വന്ന് ചോദിച്ചു, അല്ല, ഇവിടെ എന്താ AC ഇല്ലല്ലേ? സാരമില്ല,
അച്ഛനോട് പറഞ്ഞ് ഉടനെ ഒരു AC-യുടെ കാര്യം ഞാൻ റെഡിയാക്കി തരാം. ഇതൊക്കെ തന്നെയല്ലേ ഒരു സേവനം എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് ജഗദീപ് അങ്ങനെ നിൽക്കുമ്പോൾ സർലയോട് ഉടനെ രജിസ്ട്രാർ പറഞ്ഞു, മേഡം ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അറിയാമല്ലോ, സാധാരണ പെൺകുട്ടിയുടെയും പയ്യൻ്റെയും അഡ്രസ്സും മറ്റും എല്ലാം ഒരു മാസത്തിന് മുൻപേ ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു നിയമം ഉള്ളതാണ്. ഇക്കാര്യം ഇവിടെ ചെയ്യാത്തതുകൊണ്ട് മാത്രമല്ല ചിറക്കൽ രാമചന്ദ്രനെ പോലെ ഒരാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തെങ്കിലും പൊല്ലാപ്പ് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ കാര്യങ്ങൾ എന്ന് സർലയോട് അദ്ദേഹം ചോദിച്ചു. അത് കേട്ടതോടെ ഉടനെ സർല പറഞ്ഞു, അതെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിയമപരമായുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്യാഷ് ഈ ഓഫീസിലുള്ള സാറിനും മറ്റ് സ്റ്റാഫുകൾക്കുമെല്ലാം ഈ സർല തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ രജിസ്ട്രാർ പറഞ്ഞു, എന്നാൽ ശരി, എന്നാൽ മോളിതിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് രജിസ്ട്രാർ വധുവിൻ്റെ ആ കോളം സുസ്മിതയെ കാട്ടുന്നു. സുസ്മിത വളരെ ചിരിയോടെ ഇതല്ലേ അങ്കിൾ എന്ന് ചോദിച്ച് ആ കോളത്തിൽ സൈൻ ചെയ്തു. അപ്പോഴേക്കും സൈൻ ചെയ്ത് കഴിഞ്ഞതും ഉടനെ ജഗദീപിനെ നോക്കി രജിസ്ട്രാർ പറഞ്ഞു, ഇനി ഈ കോളത്തിലേക്ക് വരാൻ സൈൻ ചെയ്തു. അപ്പോഴേക്കും ജഗദീപ് അപ്പുറത്ത് നിന്ന് ചന്തുവിനെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഗുണ്ടകളിൽ ഒരാളോട് പറഞ്ഞു, കേട്ടില്ലേ വിളിക്കുന്നത്, ചെന്ന് സൈൻ ചെയ്തു. ഉടനെ ഗുണ്ട വന്ന് സൈൻ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും സർല അയാൾ ഓടിച്ചു. മാറി നിൽക്കടാ അങ്ങോട്ട്, ജഗദീപേ നിന്നോടാ പറഞ്ഞത് വരാൻ എന്ന് ജഗദീപിനെ വിളിച്ചു. അപ്പോഴേക്കും ജഗദീപ് കൊച്ചുകുട്ടികളെ പോലെ സർലയെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല മാമി, ഞാൻ വരില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചങ്ങനെ മാറി നിൽക്കുമ്പോൾ സർലയുടെ മുഖഭാവം മാറുന്നു.